ഈ സ്വർണ്ണ എന്ന് പറഞ്ഞിട്ട് ചെമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെമ്പാന്ന് പറഞ്ഞിട്ട് തന്നെ ചെമ്പ് കൊടുത്താൽ പോരെ, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ സ്വർണ്ണ കൊടുത്തിട്ട് പിന്നെ പിച്ചിൽ കൊടുക്കാൻ പോകണ്ട, പാടില്ല. ചേട്ടന് 100 രൂപ തന്നു വെച്ചാൽ അത് കള്ളനോട്ട് തന്നിട്ട് കാര്യമില്ല. അത് ഊളത്തരം, അതിനെന്ത് സംശയം? അതിൽ യാതൊരു സംശയമില്ല. അയാളെ പിടിച്ചത് ചോദ്യം ചെയ്യണം. ആരാ സുരേഷ് ഗോപിനെ? അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പാടില്ല. നമ്മൾ ആരെ പറ്റിക്കുന്നത്? ഒരു ദൈവത്തിന് പറ്റിക്കുന്നത്. പെട്ടു. ശരിക്ക് പറഞ്ഞ ചെമ്പായി പോയി. അത് സുരേഷ് ഗോപി കൊടുത്തത് ചെമ്പാന്ന് പറഞ്ഞിട്ടാക്കും. അത് വിട്ടിത്തങ്ങളെ കാണിക്കണം നോക്കാം. ആളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആൾ കൊടുത്താണ്. ചെമ്പല്ല, ഒറിജിനൽ സാധനം കൊടുത്തിട്ട് മാറ്റും. ചിലവരങ്ങനെയാണല്ലോ, മാറ്റാനും അധികം മടിയൊന്നുമില്ലല്ലോ. അത് തീർച്ചയായിട്ടും പറ്റിക്കില്ല. സ്വർണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കരുതായിരുന്നു. എന്തിനു വേണ്ടി? ഇത് അധികാരത്തിൽ വരാൻ വേണ്ടിയല്ലേ? ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഞാൻ അടുത്ത ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണനാവണമെന്ന ഇവിടുത്തെ മനുഷ്യർക്കല്ല അയാൾക്ക് പ്രാധാന്യം. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ ഇവിടെ ജയിക്കില്ല, അത് ഷുവറാണ്. ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയും കഴിഞ്ഞ 10 വർഷമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് വിശ്വാസികളെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സമൂഹത്തെ പറ്റിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാനൊരു ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഗോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. സ്വർണ്ണക്കിരീടം പോലും കൊടുക്കേണ്ടതില്ല. അങ്ങനെ മാസിനെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാസിനെ വിശ്വാസം കയ്യിലെടുക്കാൻ വേണ്ടി ഒരു എക്സിബിഷനിസം എന്ന് പറയാം, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. ഇപ്പോൾ മാതാവിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ, മാതാവിനെ ഇപ്പോൾ ഇവർ പറ്റിക്കപ്പെടുന്നു, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചോ എന്നുള്ളതാണ് വസ്തുത. മറ്റു സമുദായക്കാരോടൊരു സ്നേഹവും മറ്റു ബന്ധങ്ങളൊക്കെ വരുന്നത് അത് ഇലക്ഷന് മാത്രം വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇനി സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ അവരുടെ നയം അവർ കൊണ്ടുവരും. ഇത് ആവർത്തിക്കരുതെന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ആൾ നല്ല വ്യക്തിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പോയി ചവിട്ടിയത് ചാണകത്തില്ല എന്ന് മാത്രം. സുരേഷ് ഗോപി ഇന്ത്യയുടെ ഏത് പാർട്ടിയെയും, ഏത് ഏകാധിപതിയായ ഭരണകർത്താവിനെയാണോ പ്രതിനിധീകരിക്കുന്നത്, ആ കർത്താവിൻ്റെ പ്രത്യയശാസ്ത്രം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടപ്പാക്കിയെന്ന് മാത്രം. 15,000 രൂപ ബാങ്കിലിടാമെന്നും വർഷത്തിൽ 2 കോടി തൊഴിൽ കൊടുക്കാമെന്നും പറഞ്ഞ ആൾ ഇന്ന് ഏകദേശം 7.9% തൊഴിൽ മുഴുവൻ 2.2% നിന്ന് 7.9% തൊഴിലില്ലായ്മ ഉയർത്തിയ ആളാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഈ ഏകാധിപതിയായ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും, പട്ടാളത്തിനോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട്, ഏകദേശം വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഏകദേശം 1 ലക്ഷത്തിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു അധ്യാപിക മാത്രമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ടാക്കി. അങ്ങനെ നുണകൾ മാത്രം പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടമയായ പ്രധാനമന്ത്രിയുടെ പ്രവർത്തകനായ ഒരാൾക്ക്, അയാളുടെ ആവേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്, ആ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്ന മനുഷ്യന് നുണയല്ലാതെ, കള്ളമല്ലാതെ കിരീടത്തെക്കുറിച്ചായാലും പറയാൻ കഴിയില്ല. സമൂഹത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ചും കള്ളമല്ലാതെ പറയാൻ കഴിയില്ല. അതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയും കഴിഞ്ഞ 10 വർഷമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് വിശ്വാസികളെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സമൂഹത്തെ പറ്റിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. വിശ്വാസികളല്ല, ഇവിടുത്തെ ജനതകളെ, സ്ത്രീകളെ, സമൂഹത്തെ, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ, വിദ്യാർത്ഥികളെ, തൊഴിലന്വേഷകരെ, ഉദ്യോഗാർത്ഥികളെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനം മാത്രമാണ് അയാളിലൂടെ പുറത്തു വരുന്നത്. അയാളിങ്ങനെ നിരന്തരം നുണ പറയുന്ന, നുണകളുടെ ഗ്യാരണ്ടികൾ കൊണ്ട് അന്തരീക്ഷം നിറയ്ക്കുന്ന, കണ്ടനാള കസർത്ത് നടത്തുന്ന ഒരാളുടെ പിന്തുടർച്ചാവകാശി, അല്ലെങ്കിൽ ഒരാളുടെ അനുയായി നടത്തുന്ന ഏറ്റവും ലളിതമായൊരു തട്ടിപ്പാണിത്. ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ തട്ടിപ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള തട്ടിപ്പ് കാണണമെങ്കിൽ ഇനി ഇവർ വീണ്ടും വിജയിച്ചു വന്നാൽ ഇനി ഇന്ത്യ മുഴുവൻ ദേശീയ തലത്തിൽ തന്നെ വലിയ വഞ്ചനയായിരിക്കും നേരിടുക. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ പോലും അപകടത്തിലാകുന്ന നുണകൾ ഉൽപ്പാദിപ്പിച്ച് നിരന്തരം കണ്ടനാള കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഒരു അനുയായിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് അയാൾ അത് തന്നെയല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ, അയാൾക്ക് വേറൊന്നും കഴിയില്ല. ഇത് വിശ്വാസികളെ പറ്റിക്കലല്ല, ഇത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ പറ്റിക്കലാണ്. ശരിയല്ല. അതിൽ ചോദ്യം ചെയ്തതിൽ അന്തസ്സായുള്ളൂ. എന്താ കാരണം വെച്ചെങ്കിൽ പള്ളി കമ്മിറ്റി അത് ചോദിച്ചില്ലെങ്കിൽ അത് സ്വർണ്ണമാണെന്ന് നമ്മളെല്ലാം വിചാരിക്കുക.
അവസാനം ആർക്കത് കുറ്റം വരിക? അല്ല, ബിഷപ്പിന്. ബിഷപ്പ് അത് അടിച്ചു എന്നല്ലേ പറയാ. അപ്പം അത് വരാതിരിക്കാൻ കമ്മിറ്റി ആദ്യം ചോദിച്ചു. ആ കമ്മിറ്റി പറഞ്ഞാൽ സ്വർണ്ണം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പരിശോധിച്ചപ്പോൾ അതിൽ സ്വർണ്ണമില്ല. ഊളത്തരം എന്ന് പറഞ്ഞാൽ വോട്ട് മേടിക്കാൻ, ക്രിസ്ത്യാനികളുടെ വോട്ട് ചോദിച്ചു മേടിക്കാൻ തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ കള്ളത്തരം ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ. എന്നാലും പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം രൂപ വരെ ഒരു കിരീടം പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചെമ്പായി പോയി. ചെമ്പ് അതിലൊന്നും തർക്കമില്ല. അല്ലല്ല, അത് ശരിയല്ല, അതിനനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞാണേലേ, ഇപ്പം കേരളത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ പുറത്തും ഇതന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP-കാർ. ശരിയല്ലേ? ശരിയാണോ? അതാണ് അതിന് സത്യം. സുരേഷ് ഗോപി എന്തിനേലും വോട്ട് മേടിക്കുക, രക്ഷപ്പെട്ടു പോകാന്നുള്ള അയാളുടെ ഉദ്ദേശമുള്ളൂ. അത് രക്ഷപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളപ്പോൾ അതിലുള്ള കമ്മിറ്റികൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ സംഗതി പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ നിക്കക്കള്ളിയില്ലാണ്ട് വന്നു. ആ നിക്കക്കള്ളിയില്ലാണ്ട് വന്നപ്പോൾ പിന്നീടൊരു ഉത്തരവ് ഇറക്കിയതിന് 10 ലക്ഷം രൂപയുടെ കിരീടം ഞാൻ കൊടുക്കാമെന്ന്. എപ്പോൾ? ജയിച്ചു വന്നിട്ട്. അത് ശരിയല്ലോ. അവിടെയാണ് നമുക്കുള്ള വിഷമം മുതൽ. ഇപ്പോൾ സാധാരണക്കാരൻ മേടിക്കും 10 ലക്ഷം രൂപ സ്വർണ്ണം. സാധാരണഗതിയിലേ ഇപ്പം ഞാൻ പറഞ്ഞ ഒരാളുടെ ഒരു മകളുടെ കല്യാണത്തിന് ഇപ്പോൾ എത്ര പവൻ കൊടുക്കണം? അത് ഊളത്തരം. അതിനെന്ത് സംശയം? അതിൽ യാതൊരു സംശയമില്ല. അയാളെ പിടിച്ചത് ചോദ്യം ചെയ്യണം. ആരാ സുരേഷ് ഗോപിനെ? അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പാടില്ല. നമ്മൾ ആരെ പറ്റിക്കുന്നത്? ഒരു ദൈവത്തിന് പറ്റിക്കുന്നത്. അതിനുള്ള ശരിയല്ലേ? ദൈവങ്ങളെ പറ്റിക്കാൻ പാടില്ലല്ലോ. സുരേഷ് ഗോപി ജയിച്ച മൊത്തം എല്ലാ കള്ളന്മാരും പെടും. അതിനുള്ളതാണ് മോദി ഗ്യാരണ്ടി കൊടുത്താണ്. നമ്മുടെ മോദി ഗ്യാരണ്ടി പെട്ടു. ശരിക്ക് പറഞ്ഞാൽ ചെമ്പായി പോയി. അത് സുരേഷ് ഗോപി കൊടുത്തത് ചെമ്പാന്ന് പറഞ്ഞിട്ടാക്കും. അത് വിട്ടിത്തങ്ങളെ കാണിക്കണമൊക്കെ. ആളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആൾ കൊടുത്താണ്. ചെമ്പല്ല, ഒറിജിനൽ സാധനം കൊടുത്തിട്ട് മാറ്റും. ചിലവരങ്ങനെയാണല്ലോ, മാറ്റാനും അധികം മടിയൊന്നുമില്ലല്ലോ. പള്ളിക്കാർ ഇപ്പോൾ കത്തോലിക്ക സഭക്കാരും ഇവിടെ കംപ്ലീറ്റ് പള്ളികളും പിരിച്ചു കിട്ടുന്ന കാശ് മുഴുവൻ അരമനയിലേക്ക് പോകണം. സഭയിൽ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, ആളിവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേരളം നന്നാക്കും, അത് ഉറപ്പാണ്. ചെമ്പൊന്നും കൊടുത്തിട്ടില്ല ആൾ, കറക്റ്റ് സ്വർണ്ണം തന്നെ കൊടുക്കുള്ളൂ. ആളങ്ങനെ ചെയ്യില്ല. ഈ ഇവിടെ പുലിക്കളി ഉണ്ടായപ്പോൾ ആൾ നേരിട്ട കാശ് കൊടുത്ത്. ചിലർ കള്ളത്തരം കാട്ടിനോന്ന് നമുക്ക് പറയാൻ പറ്റും. കൊടുത്തവർ മാറ്റിനോന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആൾ കൊടുത്തിട്ട് പോയി, ആളുടെ കഴിവ് കാണിച്ചു. അയാളുടെ ജയിക്കാൻ വേണ്ടി ആളൊരു നേർച്ച വഴിപാട് ചെയ്തു. ചിലപ്പോൾ തട്ടാൻ അതിൽ കുറിച്ച് കാട്ടിയിട്ടുണ്ടാവും. തട്ടാന്മാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ അതിൽ കള്ളത്തരം കാട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇല്ല. അത് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കാൻ പാടില്ല. ഇതിൻ്റെയൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടല്ലോ. ഇത് രാഷ്ട്രീയത്തെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തരുത്. മതത്തിന് ഇങ്ങനെ എന്തെങ്കിലും സംഭാവന ചെയ്തുകൊണ്ടിട്ട് ഇതിങ്ങനെ രാഷ്ട്രീയത്തെ അധികാരത്തിലേറാമെന്ന് വ്യാമോഹിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ആരും ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയം വേറെ, മതം വേറെ. മതത്തിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കിരീടം കൊണ്ട് കൊടുത്തതും പള്ളി അത് സ്വീകരിക്കാൻ ശ്രമിച്ചതും തെറ്റ് തന്നെയാണ്. എൻ്റെ ആവശ്യമില്ല. എന്തിനാണിത്? ഇലക്ഷൻ്റെ പ്രോസസ്സ് വേറെയാണ്. അവിടെ മതത്തിനൊരു റോളുമില്ല. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ? അതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിന് മതം മാറി നിൽക്കണ്ടേ? അല്ലാതെ മതവും ജനാധിപത്യവും തെരഞ്ഞെടുപ്പായിട്ട് കൂട്ടിക്കൊടുക്കുന്നത് ശരിയല്ല. പള്ളി അതിന് മുതിരരുതായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ആളും ഇതും കൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പള്ളി അതിന് മുതിരരുതായിരുന്നല്ലോ. പള്ളി ഇപ്പോൾ അത് ചെമ്പാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പള്ളി അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ അത് സ്വീകരിക്കരുതായിരുന്നു മാത്രമല്ല, അങ്ങനെ ഒരാളത് ചെയ്യരുതായിരുന്നു. വിശ്വാസത്തിൻ്റെയൊക്കെ പ്രശ്നമല്ലേ? അതിന് മോനെടുക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ. സുരേഷ് ഗോപി കേട്ടിടത്തോളം നല്ല മനുഷ്യനാണെന്നാണ് പറയണത്. പിന്നെ ഈ അടുത്തായിട്ട് ഇയാൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം അബദ്ധങ്ങളാണ്, പറയുന്നതും അബദ്ധമാണ്. ഈ അധികാര വ്യാമോഹം കൂടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പറ്റാവുന്ന അധപ്പതനം, അല്ലാതെ എന്തോന്നുമല്ല. അത് തീർച്ചയായിട്ടും പറ്റിക്കില്ല. സ്വർണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കരുതായിരുന്നു. എന്തിനു വേണ്ടി? ഇത് അധികാരത്തിൽ വരാൻ വേണ്ടിയല്ലേ? ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. ഉള്ള മതിപ്പ് പോയില്ലേ? അത് അയാൾ ഒരു കലാകാരനാണല്ലോ, അപ്പോൾ അഭിനയിക്കാണ് വോട്ടിന് വേണ്ടി. അതുകൊണ്ടാണ് അയാൾ വെറുതെ അയാളുടെ നാട്ടിൽ കൊടുക്കാണ്ട് തൃശ്ശൂർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാളുടെ നാട്ടിൽ കൊടുത്തുകൂടെ? അപ്പോൾ അത് വോട്ടിന് വേണ്ടിയുള്ള ഒരു കലാപരിപാടി മാത്രമാണ് ഇപ്പോൾ ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ വോട്ടിന് വേണ്ടി അവർക്കൊരു നാടകമാണെന്നാ. ഞാൻ സ്വർണ്ണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. അതെന്തോ ഉടായ്പുണ്ടെന്ന് ചെകുത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുകാരൻ അപ്പോൾ തന്നെ എന്തോ വിഘ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കിരീടം തലേന്ന് പറഞ്ഞു വീഴുണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് കറക്റ്റായിരുന്നു. അയാൾ സ്വർണം കൊടുക്കാമെന്ന്
ബാക്കിയുള്ളവരല്ലേ വിചാരിച്ചിട്ടുള്ളൂ. അയാൾക്കറിയാലോ സ്വർണ്ണമല്ല എന്നുള്ളത്. അയാളൊരു തട്ടിപ്പ് വരുന്ന എന്നുള്ളത് ജനങ്ങൾ ബോധ്യപ്പെട്ടോ. വിശ്വാസികളെ മുഴുവൻ വഞ്ചിക്കുക, ചതിച്ചോ. എന്തിനാ ഈ സ്വർണ്ണക്കിരീടം? മാതാവിന് ആവശ്യമില്ലല്ലോ, സ്വർണ്ണത്തിൻ്റെ കിരീടം ആവശ്യമില്ലല്ലോ. ജനങ്ങൾക്കാണല്ലോ ഭക്ഷണം, വസ്ത്രം, വെള്ളമൊക്കെ വേണ്ടത്. മാതാവിന് ഇപ്പോൾ കിരീടം കൊടുക്കേണ്ടത് അയാൾ വോട്ടിന് വേണ്ടി ചെയ്തതാണല്ലോ വ്യക്തമാക്കണത്. ഈ സ്വർണ്ണ എന്ന് പറഞ്ഞിട്ട് ചെമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെമ്പാന്ന് പറഞ്ഞിട്ട് തന്നെ ചെമ്പ് കൊടുത്താൽ പോരെ, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ നടക്കില്ല, തൃശ്ശൂർ നടക്കില്ല. സുനിൽകുമാർ തന്നെ ജയിക്കും. സുനിൽകുമാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നത്. അതായത് വോട്ട് കിട്ടാൻ വേണ്ടി ഒരു നാടകം മാത്രം കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അഭിപ്രായം പറഞ്ഞത്. സുനിൽകുമാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് സുനിൽകുമാർ തന്നെ ജയിക്കുന്നതന്നെ വിശ്വാസം. പഴയ കച്ചവടക്കാരനാവും, ചെമ്പും പിച്ചിലൊക്കെ കച്ചവടക്കാരനാവും. അതൊന്നും BJP ഒന്നും ഇവിടെ ജയിക്കില്ല. കുറച്ച് എന്തെങ്കിലും വോട്ട് കിട്ടും, ജയിച്ചിട്ടില്ല. ഞാൻ 19 കൊല്ലം തൃശ്ശൂരിൽ ജീവിക്കണം, ഇതുവരെയും ജയിച്ചിട്ടില്ല. ഒരു സീറ്റ് കിട്ടില്ല. അത് ചെയ്യാൻ പാടില്ലല്ലോ. ചെമ്പ് കൊടുത്ത് സ്വർണ്ണം പറഞ്ഞ് കൊടുത്ത് ചെമ്പ് കൊടുത്ത് ഫസ്റ്റിന് പറ്റിക്കണമല്ലോ, ചെയ്യാൻ പാടില്ലല്ലോ. അത് ചെയ്ത് മോശമായില്ല, അത് അമ്പലത്തിൽ ചെയ്ത് മോശമായില്ല. അത് ഫസ്റ്റ് ഒരു പ്രവൃത്തിക്ക് വോട്ട് ഇലക്ഷൻ ആളെ തുടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്ത് ഭയങ്കര മോശമായി പോയത്. അത് നല്ല കാര്യം ചെയ്യണ്ടായിരുന്നു ആള്. ഈ കൊടുത്ത പാർട്ടിനെ പറ്റിക്കാൻ സ്വർണ്ണം കൊടുത്തിട്ട് പിന്നെ പിച്ചിൽ കൊടുക്കാൻ പാടില്ല. ചേട്ടന് 100 രൂപ തന്നു വെച്ചാൽ അത് കള്ളനോട്ട് തന്നൊരു കാര്യമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കള്ളനോട്ട് കൊടുത്താൽ ഇടി കിട്ടും. അത് ഒറിജിനൽ കൊടുക്കണ്ട, വിഷമം മാറ്റാം. അതുമാതിരിയല്ല ചെയ്ത ആൾ. പിന്നെ ഇലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് ഇത് ചെയ്ത് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്ന തൊഴിൽ കറക്റ്റായിരിക്കണം. സുരേഷ് ഇപ്പം ഒന്നും പറയാനില്ല, ആൾ കുറച്ച് വോട്ട് കിട്ടും, ജയിക്കുന്നില്ല, അത്രേ ഉള്ളൂ. കേരളമാണിത്, കേരളത്തിൽ BJP ജയിക്കില്ല, കുറച്ച് പാടാം. അങ്ങനെ ചെയ്യണം, കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണ് കേരളത്തിൽ. സുരേഷ് ഗോപി ഇവിടെ ജയിക്കില്ല. അയാളുടെ മനസ്സ് ഇവിടെ ആൾക്കാരെ കൊല ചെയ്തുകൊണ്ടിരിക്കണം വടക്കേ ഇന്ത്യയിലൊക്കെ. അയാളുടെ മനസ്സിൽ കംപ്ലീറ്റ് ഇതാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അയാൾ പറഞ്ഞെന്താ, ഞാൻ അടുത്ത ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണനാവണമെന്നാണ്. ഇവിടുത്തെ മനുഷ്യർക്കെല്ലാം അയാൾക്ക് പ്രാധാന്യം. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ ഇവിടെ ജയിക്കില്ല, അത് ഷുവറാണ്. അങ്ങനെ അതെനിക്കറിയില്ല, കാരണം സ്വർണ്ണമാണോ വെള്ളിയാണോ ചെമ്പാണെന്ന് എനിക്കറിയില്ല. എന്തായാലും സുരേഷ് ഗോപി ഈ ഫാസിസ്റ്റ് നിലപാടുള്ള മനുഷ്യനായതിൻ്റെ പേരിൽ ഇവിടുത്തെ മനുഷ്യരെ കൊന്ന് അതിൻ്റെ ചോര കുടിക്കുന്ന ആളാണ് മൂപ്പര്. അപ്പോൾ അയാൾ രക്ഷപ്പെടില്ല. ബാക്കി ആര് രക്ഷപ്പെട്ടാലും അയാൾ രക്ഷപ്പെടാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അത് വെറും പറ്റിക്കലല്ലേ. ഗോൾഡാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഗോൾഡ് അല്ലെങ്കിൽ അത് പറ്റിക്കലാണ്, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാനൊരു ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഗോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെ. വോട്ടിന് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യും, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തിയും ചെയ്യണ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് ഇനി വേറൊന്നും പറയില്ല. വോട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. എന്തിപ്പോൾ പള്ളിയിൽ കയറും, അമ്പലത്തിൽ കയറും, മണി അടിക്കും, ഓല പിടിച്ച് നടക്കും, കുരിശേറ്റി നടക്കും. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. വോട്ട് കിട്ടിയതിന് ശേഷം എന്തുണ്ട് എന്നുള്ളത് അത് അനുഭവിക്കുക തന്നെ വേണം, അപ്പോഴാണ് അതറിയുള്ളൂ. വിശ്വാസത്തിന് പൊളിറ്റിക്സിൽ സ്ഥാനമില്ല. വിശ്വാസം വ്യക്തിപരമാണ്. വിശ്വാസം അങ്ങനെ സംഘടിതമായിട്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ലല്ലോ. വിശ്വാസം ഓരോ ഇൻഡിവിജ്വലിൻ്റെയാണ്. എനിക്ക് വിശ്വാസം ഉണ്ട് അത് ഉള്ളിൽ, പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാവുന്ന തരത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാം. അതിനെ പൊളിറ്റിക്സായിട്ട് കൂട്ടിക്കുറയ്ക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ ശാപം. തീർച്ചയായിട്ടും നമ്മൾ കണ്ണു മുമ്പിൽ അതിന് ഉദാഹരണങ്ങളുണ്ടല്ലോ. സമകാലിക ഇന്ത്യ അതിന് ഉദാഹരണമാണ്. കമ്മ്യൂണലി പോളറൈസ്ഡ് ആണ് ആളുകൾ. അല്ല, ഇങ്ങനെ ഒരു മതപരമായ ആവശ്യത്തിന് അങ്ങനെ കാണിച്ചു കൂട്ടേണ്ട കാര്യമില്ല. മതപരമായ ആവശ്യം തികച്ചും വ്യക്തിപരമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ ഒരു മാസിനെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ വോട്ട് കയ്യിലാക്കാനോ വേണ്ടി അങ്ങനെ ഒരു സംഗതി കൊടുക്കേണ്ട കാര്യമില്ല. അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും കൊടുക്കേണ്ടതില്ല. സ്വർണ്ണക്കിരീടം പോലും കൊടുക്കേണ്ടതില്ല. അങ്ങനെ മാസിനെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാസിനെ വിശ്വാസം കയ്യിലെടുക്കാൻ വേണ്ടി ഒരു എക്സിബിഷനിസം എന്ന് പറയാം, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. പള്ളിക്കാർ വേണ്ടാന്ന് പറയില്ല. കാരണം പള്ളിയിലും ആത്മീയത നഷ്ടപ്പെട്ടു. അവർ ഭൗതിക കാര്യങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിൽ എവിടെ ആത്മീയത ഉള്ളത്? ആത്മീയത ഇല്ല എന്ന് പള്ളികളിൽ. കാരണം ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ മരണവും ആഘോഷിക്കുന്ന പള്ളി ബാക്കി കാര്യങ്ങൾ യേശുവിനെ അനുകരിക്കുന്നേ ഇല്ല. യേശു നഷ്ടപ്പെട്ടു പള്ളികളൊന്നും. നമുക്ക് കാണാം. എൻ്റെ മകള് പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സഭ കോളേജിലും സ്കൂളിലൊക്കെ തന്നെയാണ്. പക്ഷേ അവരെ ശരിക്കും ഒബ്സർവ് ചെയ്താൽ അവർ ഭൗതിക കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ മുഴുവൻ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. ഈ സ്വത്ത് വകകൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ സഭ കേരളത്തിൽ കാണിക്കുന്നത് കണ്ടറിയാം. പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾ വടിവാളുമായിട്ടാണ് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്ക് വടിവാളം എന്തിനാ? പ്രധാന പള്ളികൾ അടഞ്ഞെടുക്കുക കേരളത്തിൽ. തൃക്കുന്നത്ത് സെമിനാരി അടക്കം. ഒരിക്കലും അത് പാടില്ലല്ലോ.
മതപരമായ ആത്മീയ അന്വേഷണത്തിൻ്റെ പാതയിലാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വൈരത്തിൻ്റെ പ്രസക്തിയില്ല. ഭയങ്കര വൈരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സഭ പ്രത്യേകിച്ച്. ഇതിലിപ്പോൾ അത് ഗോൾഡാണോ ചെമ്പാണോ എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു മൈന്യൂട്ടായ ഒരു വിഭാഗത്തിന് മാത്രം ബാധിക്കുന്ന ഒരു കേസാണ്. അതിനീ സുരേഷ് ഗോപി എടുത്ത് ഗോൾഡാണെങ്കിലും അതിന് ഗോൾഡ് അല്ല എന്നുണ്ടെങ്കിലും അതൊന്നും ഒരു സാധാരണ വ്യക്തികളുടെ വോട്ടിനെ ബാധിക്കണമല്ല. അത് അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ വോട്ടിനെ മാത്രം അത് സ്വാധീനിക്കും. അല്ലാത്തതൊന്നും അതിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അത് അങ്ങനെയാണെങ്കിൽ പക്ഷേ സുരേഷ് ഗോപി അത് ഗോൾഡ് ആണ് എന്ന് പറഞ്ഞ് കൊടുത്തായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പലയിടത്തും പറഞ്ഞു വന്നിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചീറ്റിംഗ് ആണ്. അത് ആര് പറഞ്ഞു എന്നുള്ളതാണ്. സുരേഷ് ഗോപി പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണ്. അത് പലരെയും ആ വിശ്വാസികൾ സംബന്ധിച്ച വലിയൊരു ചീറ്റിംഗ് ആണ്. അത് വോട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാതാവിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ മാതാവിനെ ഇപ്പോൾ ഇവർ പറ്റിച്ചാൽ പറ്റിക്കപ്പെടുന്നു, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചോ എന്നുള്ളതാണ് വസ്തുത. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പറ്റി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പക്കാ ചീറ്റിംഗ് ആണ്. അത് സുരേഷ് ഗോപി എന്നല്ല ഒരാളും ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗോൾഡിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അത് ചെമ്പാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമില്ലേ. അതാര് ചെയ്താലും തെറ്റാണ്. പിന്നെ ആളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അത് വളരെയധികം മോശം കൂടെ ആയ ഒരു പരിപാടിയും കൂടെ ആയി മാറി. ചീറ്റിങ്ങിൻ്റെ കൂടുതൽ ഒരു എല്ലാവരും അറിഞ്ഞ ഒരു എന്താ പറയുക, ആ പാർട്ടിക്ക് തന്നെ നാണക്കേടാവുന്ന ഒരു സംഭവമായി മാറിയത്. അങ്ങനെ മാറാൻ സാധ്യത ഉണ്ട്. അതാണ് അതിലത്തെ ഒരു വസ്തുത. അല്ല, അവരുടെ ഒരു നയമനുസരിച്ച് മറ്റു സമുദായക്കാരെ എല്ലാം അവർ അതിനനുസരിച്ച് അവർ കെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കെയർ ചെയ്യാത്ത അവസ്ഥയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇലക്ഷൻ വരികയും പെട്ടെന്ന് അവർക്ക് നമ്മളോടൊരു എന്താണ് പറയുക, മറ്റു സമുദായക്കാരോടൊരു സ്നേഹവും മറ്റു ബന്ധങ്ങളൊക്കെ വരുന്നത് അത് ഇലക്ഷന് മാത്രം വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇനി സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ അവരുടെ നയം അവർ കൊണ്ടുവരും ഇവിടെ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റു സമുദായക്കാരെ അവർ വളരാൻ അനുവദിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊന്നും കൂടെ വിശദമായി അത് എന്താണ് നോക്കിയതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. അതിനിപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. അത് രാഷ്ട്രീയമല്ലല്ലോ, അത് മതപരമായിട്ട് മാറും. അത് മതപരമായി നമ്മൾ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞ് അത് പിന്നീട് അതൊരു ഇഷ്യൂ ആവാൻ പാടില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് നല്ല ആളുകൾ വരണം. അതിപ്പോൾ സുനിൽകുമാർ ആയാലും ശരി, സുരേഷ് ഗോപി ആയാലും ശരി, നമ്മുടെ മുരളീധരൻ സാറായാലും ശരി, ആര് വന്നാലും ഭരണം നന്നായി നടക്കണം ഇവിടെ. അത്രേ ഉള്ളൂ. അത് പറ്റിക്കലാണ്, തീർച്ചയായിട്ടും അത് പറ്റിക്കണതാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാരണം ദൈവത്തിനെ മറന്ന് കളിക്കുന്നതല്ലേ. അതാണ് പാടില്ല. അത് പറ്റിച്ചു തീർച്ചയായിട്ടും. പറയാനെന്ന് പറഞ്ഞാൽ ഇനിയും ഇത് ആവർത്തിക്കരുതെന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ ആൾ നല്ല വ്യക്തിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പോയി ചവിട്ടിയത് ചാണകത്തിലാന്ന് മാത്രം. അതാണ് അത് ശരിയല്ല. ചൂഷണം ചെയ്യണത് എന്നുവെച്ചാൽ ഒരു മതത്തിനെ പോയിട്ട് ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് മോശമല്ലേ. അത് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു സ്വർണ്ണമാണെന്ന്. അപ്പോൾ നമുക്കതൊരു നിരാശ പോലെ തോന്നിയത്. എന്നുവെച്ചാൽ മോശമായ പരിപാടി, അത് ചെയ്യാൻ പാടില്ല.